മൂഢഃ ജാനാതി പുരുഷോത്തമം സസർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. പോരെ. യോ മാം ഏവം അസമ്മൂഢഃ ജാനാതി പുരുഷോത്തമം. എല്ലാ മൗഢ്യവും മാറിയ ഒരു മഹാത്മാവിന് മാത്രമേ എന്നെ പരമാത്മാവായിട്ട് പുരുഷോത്തമനായിട്ട് അറിയൂ. അവിടെ പുരുഷനെ പലതായിട്ട് സൂചിപ്പിക്കുന്നു. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ. 15-ാം അധ്യായം പഠിക്കുമ്പോൾ വിശദമായിട്ട് കാണാം. ഇപ്പൊ ഇത്രയും ഓർമ്മയിലിരിക്കട്ടെ. അല്ലെ, പുരുഷോത്തമൻ, ദേവൻ. ദേവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേവൻ. അതിന് പിന്നെ അർത്ഥമുണ്ടോ? ദ്യോതിപ്പിക്കുന്നവൻ ദേവൻ, പ്രകാശിപ്പിക്കുന്നവൻ ദേവൻ. ദ്യോതിപ്പിക്കുക എന്ന ശബ്ദത്തിൽ നിന്നാണ് ദേവൻ എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം. പ്രകാശം സ്വരൂപനായിട്ടുള്ളവൻ. അനന്തൻ, അനന്തം ആണ് അനന്തൻ എന്ന് പറഞ്ഞത്. എന്താണ് അനന്തം? അന്തമില്ലാത്തത് അല്ലെ. മലയാളത്തിൽ അന്തം വിട്ട് നിൽക്കുക എന്നൊക്കെ ഒരു ഫ്രേസ് ഉണ്ട്. ആ അന്തമല്ല ഇവിടെ. ഒരു അന്തോ ഇല്ല, ഒരു കുന്തോ ഇല്ല എന്നൊക്കെ പറയില്ലേ. അനന്തൻ എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? അന്തമില്ലാത്തത്, മഹിമയ്ക്ക് അവസാനമില്ലാത്തതെന്നും കൂടി ഒരു വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. യസ്യാന്തം ന വിദു. അവിടെ അന്തം എന്നുള്ളതിന് അവസാനം എന്നല്ല, പിന്നെ മഹിമ എന്നർത്ഥം. ജഗദുദ്ഭവ. ദേവൻ അനന്തൻ, ആദിനാഥൻ. ആദ്യമായിട്ട് രൂപത്തോടുകൂടി വിരാട് പുരുഷനായിട്ട് പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ സൂചിപ്പിക്കുന്നു. ആദിനാഥൻ. ഗുരു കാരുണ്യമൂർത്തി. ഭഗവാന്റെ മറ്റൊരു ഭാവമാണ് ഗുരു. ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? കാരുണ്യമൂർത്തിയാണ്. എന്തുകൊണ്ട്? ഗുരുവിനൊരിക്കലും വേറെ പ്രതീക്ഷയൊന്നുമില്ല. ശിഷ്യനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നവൻ ഗുരുവല്ല എന്നർത്ഥം. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം എന്തെങ്കിലുമൊക്കെ തരും എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ സാന്ദീപനി മാത്രം ഭഗവാനോട് ചോദിച്ചു അല്ലേ. സാധാരണക്കാരല്ല എന്നറിഞ്ഞുകൊണ്ട് രാമകൃഷ്ണന്മാരോട് സാന്ദീപനി ഒരു ഗുരുദക്ഷിണ ചോദിച്ചു. ഗുരുദക്ഷിണ ചോദിച്ചു വാങ്ങിക്കാനുള്ളതല്ല, പിന്നെ അറിഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷെ ഈ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് എന്ത്, പ്രഭാസ തീർത്ഥത്തിൽ കളഞ്ഞുപോയ തന്റെ മകനെ ഒന്ന് തിരിച്ചു കിട്ടണം. അത് കോട്ട് ചെയ്തിട്ട് പിന്നെ വേറൊരാളോട് ചോദിച്ചു. അതാര്? അല്ല, ദേവകീദേവി തന്നെ, സാക്ഷാൽ അമ്മ തന്നെ. എന്റെ ഏട്ടന്മാരൊരു 6 പേരുണ്ടായിരുന്നില്ല, അവരെ ഒന്ന് കണ്ടാൽ അത് ഗുരുവിന് കൊണ്ടു കൊടുത്തു എന്നൊക്കെ കേട്ടല്ലോ, എനിക്ക് ഒന്ന് ഇതാ പിടിച്ചോ കൊണ്ടു കൊടുത്തു. 6 കൂടെ ഒരുമിച്ച്. ദേവൻ, അനന്തനാദിനാഥൻ, ഗുരു കാരുണ്യമൂർത്തി. ഗുരുവിന്റെ പ്രത്യേകത അതാണ്, കാരുണ്യമൂർത്തിയാണ്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചത് വീണ്ടും പറയട്ടെ. ഭഗവാനെ ഗുരുഭാവത്തിൽ ആശ്രയിച്ചാൽ എന്താ പ്രത്യേകത? ജ്ഞാനമല്ലാതെ മറ്റൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല. പലവണ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരേ ചൈതന്യത്തിന്റെ പല ഭാവങ്ങളായിട്ട് നമ്മൾ ഇൻവോക്ക് ചെയ്യുകയാണ്. അതിലൊന്നാണ് ഗുരുഭാവം. പക്ഷെ ഭഗവാനെ ഗുരുഭാവത്തിൽ സമീപിച്ചാൽ, ഭക്തവത്സലനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ഭക്തനാണ്, എനിക്ക് വല്ലതും തരണേന്ന് ചോദിക്കാൻ തോന്നും. ദയാസാഗരമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നോട് ദയവുണ്ടായി എന്റെ മുട്ടിന് വേദനയൊന്ന് മാറ്റിത്തരണേന്ന് പറയാൻ തോന്നും. അതേസമയത്ത് ഗുരുഭാവത്തിൽ കാണുമ്പോഴോ, ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി, അല്ലാതെ വേറൊന്നും പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ഉദാത്തമായ ഈശ്വരാരാധന ഏത് ഭാവത്തിലാണ്? നോക്കൂ, ആ ഒരു വാക്കിന്റെയൊക്കെ ആ ഒരു ഒരു സാങ്കത്യം എത്രയാണ്. ഗുരുകാരുണ്യമൂർത്തി, പരമൻ, പരമം എന്നുള്ളതിന്റെ പരമൻ, പരബ്രഹ്മം, നേരത്തെ സൂചിപ്പിച്ച വാക്കുകളൊക്കെ തന്നെ. ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ, ജഗത്തിന്റെ ഉദ്ഭവ സ്ഥിതി ലയം, പ്രകർഷേണ ലയമാണ് പ്രളയം. ലയിച്ച് ഇല്ലാതെ ആ മൂന്നിന്റെ അല്ലേ ആ ഭഗവാനെ സൂചിപ്പിച്ചു. അതിനുള്ള ആ ഭഗവാൻ ഉള്ളതിന്റെ അർത്ഥമൊക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അറിയാമല്ലോ. ഭഗമുള്ളവൻ ഭഗവാൻ, ഐശ്വര്യാദി 6 ഗുണങ്ങളുള്ളവനാണ് ഭഗവാൻ. വിരിഞ്ച നാരായണ
ശിവാത്മകൻ, ത്രിമൂർത്തി സ്വരൂപൻ. പിന്നെയോ അദ്വയൻ. അദ്വയൻ എന്നുള്ള വാക്കിനെ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടെന്നൊന്ന് ഇല്ലാത്തത് അദ്വയൻ. ആദ്യൻ. അതെന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ആദ്യമായിട്ട് പ്രകടമായവൻ. പിന്നെ അജൻ. അജൻ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവൻ, ജനിച്ചിട്ടേയില്ലാത്തവൻ. അജൻ. അവ്യയൻ. അവ്യയൻ എന്ന് പറഞ്ഞാൽ അവിയൽ കൂട്ടാത്തവൻ എന്നാണ്. വ്യയം സംഭവിക്കാത്തത്. വ്യയം എന്ന് പറഞ്ഞാൽ കുറവ് എന്നർത്ഥം. ചെലവെന്ന് സാധാരണ നമ്മൾ പറയും, പക്ഷെ വ്യയം എന്നുള്ളതിന്റെ ശരിയായ അർത്ഥം ചെലവാകുമ്പോൾ കുറയുകയോ കൂടുവോ? കുറയുകയുള്ളൂ. കയ്യിലുള്ളതെന്ന് ഒരിക്കലും കൂടാറില്ല ചെലവ് വരുമ്പോൾ, അല്ലേ? അതുകൊണ്ടാണ് അതിന് വ്യയം എന്നുള്ള ചെലവെന്ന് സൂചിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ളത് അവ്യയം എന്ന് പറയാൻ ഞാൻ ഒരിക്കലും തന്റെ സ്ഥിതിയിൽ നിന്ന് വ്യതിചലിക്കാത്തവൻ, ബ്രഹ്മഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവൻ, അതിൽ അല്പം പോലും കുറവ് സംഭവിക്കാത്തവൻ. എങ്ങനെയൊക്കെ മനസ്സിലാക്കാം അവ്യയൻ. പിന്നെന്താണ്? ആത്മാരാമൻ. ആ വാക്കുകളൊക്കെ മുറിച്ച് മനസ്സിലാക്കണേ, തെറ്റിദ്ധരിക്കരുത്. അദ്വയനാദ്യനജൻ അവ്യയൻ ആത്മാരാമൻ. ആദ്യം വായിക്കുന്നവർ ഇങ്ങനെ സ്പീഡിൽ വായിക്കാനൊന്നും ശ്രമിക്കരുത്. നിർത്തി നിർത്തി വായിച്ചോളൂ. അദ്വയൻ, ആദ്യൻ, അജൻ, അവ്യയൻ, ആത്മാരാമൻ. ഇങ്ങനെ നിർത്തി 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 വായിച്ച് പഠിച്ചോളൂ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ സ്പീഡൊക്കെ വന്നുകൊള്ളൂ. ആത്മാരാമനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മന്യേവ ആത്മനാ തുഷ്ട. സ്ഥിതപ്രജ്ഞ ലക്ഷണം പഠിച്ചപ്പോൾ നമ്മള് കണ്ടു. ആത്മനി ഏവ ആത്മനാ തുഷ്ട. തന്നിൽ താൻ തന്നെ സന്തുഷ്ടനായിട്ടിരിക്കുന്നവൻ. ആ ഭാവത്തിൽ ആത്മാരാമൻ, ആത്മാവിൽ രമിക്കുന്നവൻ എന്നാണ് അതിന്റെ ശരിയായ ഒരു വേർഡ് മീനിങ്. ആത്മാവിൽ രമിക്കുന്നവൻ, ആനന്ദിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ രമിക്കുന്നവന് രമിക്കാൻ മറ്റൊരു ബാഹ്യവസ്തു ആവശ്യമില്ല. മറ്റു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ ആശയത്തിന്റെയോ ഒന്നും ഇപ്പൊ നമ്മൾ ഏതിലെങ്കിലുമൊക്കെ ആനന്ദിക്കുന്നെങ്കിൽ അത് മുഴുവൻ ഏതെങ്കിലും വസ്തുവിന്റെയോ വ്യക്തിയുടെയോ ആശയത്തിൽ. ഇത് മൂന്നും ശ്രദ്ധിച്ചോളൂ, മൂന്ന് സാങ്കേതിക പദങ്ങളാണ്: വസ്തു, വ്യക്തി, ആശയം. മനസ്സിന്റെ തലത്തിൽ നമുക്ക് സുഖം തരുന്നത് വസ്തുവോ വ്യക്തികളോ ആണ്. ബുദ്ധിയുടെ തലത്തിൽ സുഖം തരുന്നത് ആശയവുമാണ്. അതുകൊണ്ടാണ് ഈ മൂന്നെണ്ണം എടുത്തു പറയുന്നത്: വസ്തു, വ്യക്തി, ആശയം. ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് നമുക്ക് ഇരിക്കുന്നത്. നമ്മുടെ സുഖം, സന്തോഷം, ആനന്ദം. അതിന്റെ അഭാവത്തിൽ അതുകൊണ്ട് നമുക്ക് അതില്ല, അല്ലേ? കുട്ടികളൊക്കെ വന്നേച്ചു പോയി, ഇപ്പൊ ഒരനക്കവും ഇല്ല, രസവും ഇല്ല, ബോറടിക്കുന്നു പറയാറില്ലേ? കുട്ടികൾ വരുമ്പോ അവരെ കൊണ്ട് ആനന്ദിച്ചോളൂ. അവർ പോയി കഴിയുമ്പോഴോ തന്റെ ഉള്ളിൽ ആനന്ദത്തെ കണ്ടെത്തിക്കും. കാരണം അവർ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞാ പോകുന്ന കാര്യം. 7-ാം തീയതി വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു 15-ാം തീയതിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ 15-ാം തീയതി പോകുമ്പോൾ കിടന്ന് കരഞ്ഞു വിളിച്ചിട്ട് എന്താ കാര്യം? അല്ലേ? ആഗമാപായിനോ അനിത്യാഹ. ഇതൊക്കെ ഇങ്ങനെ വന്നു പോയൊക്കെ ഇരിക്കും. എന്റെ ആനന്ദം ഇതിനെയൊന്നും ആശ്രയിച്ചല്ല. ഇത് ഉറപ്പ് വന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അദ്വയനാദ്യനജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയം. അല്ലേ? ആത്മതത്വത്തിൽ ഉറപ്പു വന്നവനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, സകളാത്മകനീശൻ. സകള നിഷ്കള ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. കലകളോട് കൂടിയവൻ. ഇനി അതൊക്കെ നമ്മൾ ഭാഗവത്തിൽ പഠിച്ചതാണ് എന്നർത്ഥം. 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ സകളൻ, ചന്ദ്രനെ സകളനായിട്ട് നമ്മൾ കാണുന്നു. വാസ്തവത്തിൽ ഈ ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന ഏതിനാണ്? കലകൾക്ക് മാത്രമാണ്. ചന്ദ്രൻ എന്നും അതുപോലെ. ഇതേപോലെ ഈ വൃദ്ധിക്ഷയങ്ങള്, നീളം കൂടല്, വണ്ണം കുറഞ്ഞു, അത് തടി വെച്ചു, വെയിറ്റ് കൂടി, ഈ പറയുന്നതൊക്കെ ഏതിനാ ഉണ്ടാകുന്നത്? ശരീരത്തിന്റെ തലത്തിൽ മാത്രമാണ്. അതിനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന് നീളവും വണ്ണവും പൊക്കവും ഒന്നും ഇല്ല. സകളാത്മകനീശൻ. ഈശൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാസ്റ്റർ, നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം, കൺട്രോളർ. മാനുഷനെന്ന് കൽപ്പിച്ചിടുവോ ഒരജ്ഞാനികൾ മാനസം മായാതമ സമൃദ്ധമാകമൂലം. അങ്ങനെയുള്ള ഭഗവാൻ മാനുഷനാണ് എന്ന് ആരാ കൽപ്പിക്കുന്നത്? അജ്ഞാനികൾ. അത് തന്നെ ഉത്തരം പറഞ്ഞിരിക്കുകയല്ലേ. മാനുഷനെന്ന് കൽപ്പിച്ചിടുവോ ഒരജ്ഞാനികൾ.
അവജാനന്തി മാം മൂഢാ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദഃ മമാവ്യയമനുത്തമം. എന്റെ അവ്യയവും അനുത്തമവുമായ പരംഭാവത്തെ അറിയാതെ ഞാൻ മനുഷ്യശരീരം സ്വീകരിച്ചവനാണ് എന്ന് വിചാരിക്കുന്ന ഈ മൂഢന്മാർ എന്നെ എന്ത് ചെയ്യുന്നു? അവജാനന്തി, എന്നെ അവമതിക്കുന്നു, നിന്ദിക്കുന്നു. നോക്കൂ, അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരു വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ മാത്രമാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് വിചാരിച്ച് ഭഗവത് തത്വം അറിയാതെ അതിൽ മാത്രം ഭഗവാനെ കാണുന്നവരൊക്കെ ആരാണ്? മൂഢന്മാർ. അവരൊക്കെ ഭഗവാനെ പൂജിക്കുകയല്ല, പിന്നെ നിന്ദിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതും അടുത്ത ലൈനിൽ പറയുന്നു. മാനസം മായാത്തമസമൃതമാകമൂലം. മായയുടെ പ്രത്യേകത എന്താണ്? ത്രിഗുണാത്മികമാണ്. സത്വരജസ്തമോ ഗുണങ്ങള് ഉള്ളതാണ്. അതിലെ ഏറ്റവും ഒടുവിലത്തേതായിട്ട് വിശേഷിപ്പിക്കുന്ന തമസ്. തമോ ഗുണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇരുട്ടാണ്, അല്ലെ? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ. അവിടെ തമസ് എന്നുള്ള വാക്കാണ് സൂചിപ്പിച്ചത്. അപ്പൊ തമോ ഗുണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അജ്ഞാനമാണ്. അജ്ഞാനത്തിന് മുഴുവൻ കാരണം ഈ തമോ ഗുണമാണ്. അപ്പോൾ മാനസം മായാ തമസമൃതമായ. അപ്പൊ ഈ മായയാകുന്ന അന്ധകാരം കൊണ്ട്, മായയ്ക്ക് വിദ്യ അവിദ്യ എന്ന് രണ്ട് ഭാവങ്ങളുണ്ട്. അതിലെ അവിദ്യാഭാവം കൊണ്ട് സമൃതം എന്ന് പറഞ്ഞാല് ആവൃതം സമൃദ്ധം ഒക്കെ ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. മൂടപ്പെട്ടത്. അപ്പൊ ഇവർക്ക് ഭഗവത് തത്വത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇവരെക്കാലവും മൂഢന്മാരായിട്ട് തന്നെ കഴിയുന്നു. എന്നിട്ട് പറയുന്നു, സീതാരാഘവ മരുൾസൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. അതുകൊണ്ട് മോക്ഷസാധനമായ സീതാരാഘവ മരുൾസൂനു സംവാദം. ആരെയൊക്കെ അവിടെ സൂചിപ്പിച്ചത്? സീത, രാഘവ, മരുൾസൂനു. അതാരെ മരുൾസൂനു? മരുത്തെന്ന് പറഞ്ഞാൽ വായു. വായുപുത്രനായ ഹനുമാനെ സൂചിപ്പിക്കും. ഹനുമാൻ എത്ര അച്ഛന്മാരുണ്ട്? അങ്ങനെയൊന്നും ചോദിക്കരുത്. ഒരാൾക്ക് എത്ര അച്ഛനുണ്ടെന്ന് ചോദിക്കുക, അവളെ അവഹേളിക്കുക. പക്ഷെ ഹനുമാൻ സ്വാമിയുടെ കാര്യത്തിൽ മാത്രം എത്ര അച്ഛനുണ്ട്? ലേലം വിളിക്കുന്ന പോലെ ഒരാൾ 3 പറഞ്ഞു, ഒരാൾ 2 പറഞ്ഞു. ശരിക്കും എത്ര അച്ഛന്മാരുണ്ട്? ശരിക്കൊരു അച്ഛനേ ഉള്ളൂ. പക്ഷെ 3 പേരെ അച്ഛന്മാരായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ശരിക്കുള്ള അച്ഛൻ ആരാണ്? ശിവനാണ്. ശരിക്കുള്ള അച്ഛനെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനൊന്നും ചോദിക്കരുത്. ഭഗവാൻ ഗീതയിൽ ഉത്തരം തന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരവൊന്നും പറയാനൊന്നുമില്ല. അഹം ബീജപ്രദപിതാ. സംശയമില്ലല്ലോ. അപ്പൊ ശരിക്കുള്ള പിതാവ് ആരാണ്? ബീജദാതാവ് ആരാണോ അതാണ് ശരിയായ അച്ഛൻ. ഭഗവാൻ ഗീതയെ പറഞ്ഞാണ്, നമ്മുടെ അഭിപ്രായമല്ല എന്ന്. അഹം ബീജപ്രദ പിതാ. അപ്പൊ ആരുടെ ബീജമാണിത്? ശൈവ ബീജം. അതുകൊണ്ട് ശരിക്കുള്ള അച്ഛൻ ശിവനാണ്. പിന്നെന്താ സംഭവിച്ചത്? വായു അതും കൊണ്ട് സൂക്ഷിച്ചു കൊണ്ടു നടന്നു. ശീതീകരണി ഒക്കെ വെച്ച് കേടുവരാതെ വായുപുത്രൻ കൊണ്ടുപോയി അഞ്ജനാദേവിയിൽ നിക്ഷേപിച്ചു. അപ്പൊ ബീജം നിക്ഷേപിക്കുന്ന ആളിനും അച്ഛന്റെ സ്ഥാനമുണ്ട്. അങ്ങനെ വായുവിന്. പിന്നെ സാധാരണ പറയുന്ന അച്ഛൻ, അമ്മയുടെ ഭർത്താവിന് അച്ഛന്റെ സ്ഥാനമുണ്ട്. അങ്ങനെ ആർക്ക് കിട്ടി? കേസരിക്കും കിട്ടി. അപ്പൊ 3 അച്ഛന്മാരുണ്ടെന്ന് മനസ്സിലായില്ലേ? സീതാരാഘവ മരുൾസൂനു സംവാദം. സൂനു എന്ന് പറഞ്ഞ പുത്രൻ, മരുൾസൂനു വായുപുത്രൻ. അവർ തമ്മിലുള്ള സംവാദം എന്താണത്? മോക്ഷസാധനം. ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. തെളിഞ്ഞു കേൾക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങയുടെ ഭാര്യയാണ്, അങ്ങ് എന്റെ ഭർത്താവാണ്, ഈ ഭാവമൊക്കെ അങ്ങ് മറക്കണം. ഇതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കുണ്ടാമണ്ടികളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അതൊക്കെ വിട്ടിട്ട്
ഒരു ക്ലീൻ സ്റ്റേറ്റ്. തെളിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ ക്ലാസ്സുകളിലൊക്കെ ഒരു ടീച്ചർ പോയി കഴിയുമ്പോൾ ഉടനെ എന്ത് ചെയ്യും? മോണിറ്റർ വന്നിട്ട് എന്താ സൂചിപ്പിക്കുന്നത്? ശാസ്ത്രം പഠിക്കുമ്പോൾ എപ്പോഴും തെളിഞ്ഞ മനോബുദ്ധ്യാദികളോടെ കേൾക്കണം. നമ്മൾ സാധാരണ ഇവിടെ ആവർത്തിച്ച് പറയാറുള്ള ഒരു സംഗതിയാണ്, എവിടെ സത്സംഗത്തിന് പോകുന്നുവോ അപ്പോൾ മനസ്സിലൊന്നുമില്ലാതെ, മനസ്സിനും ബുദ്ധിയും ക്ലീൻ ആക്കിക്കൊണ്ട്, ചെരുപ്പ് വെളിയിലിട്ടിട്ട് കയറുമല്ലോ, ആ കൂട്ടത്തിൽ ആ മനസ്സും ബുദ്ധിയും കൂടെ അവിടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കി അവിടെ വെക്കുക. എന്നിട്ട് ക്ലീൻ സ്റ്റേറ്റ്, നല്ലൊരു ഇംഗ്ലീഷ് വാക്കാണ് അല്ലേ, തെളിഞ്ഞ മനോബുദ്ധ്യാദികളോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ, പറയുന്ന ആരും ആയിക്കോട്ടെ, വിഷയം എന്തും ആയിക്കോട്ടെ, സത്സംഗമാണോ അവിടെ പോയിട്ട് പറയുന്നതിനെ ക്ലീൻ സ്റ്റേറ്റിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ കേട്ടോളൂ അല്ലേ. ചെരുപ്പ് പിന്നെ എപ്പോഴാണ് ഇടുന്നത്? സത്സംഗമൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോഴാണല്ലോ. ചെരുപ്പ് അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാണുകയില്ല. ആ കൂട്ടത്തില് നേരത്തെ അവിടെ വെച്ച കവറുണ്ടല്ലോ, മനോബുദ്ധിയാദികളിൽ വെച്ചത്, അതെടുത്ത് മനസ്സിൽ ബുദ്ധിയിൽ വെച്ചു. എന്നിട്ട് പോകുന്ന വഴിക്ക് നേരത്തെ മനോബുദ്ധിയാദികളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളും ഇപ്പൊ കേട്ടതുമായിട്ട് തട്ടിച്ചു നോക്കൂ. പറഞ്ഞ ആളിനെ അളക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവിടെ വൈരുദ്ധ്യം തോന്നുന്നെങ്കിൽ തനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരു ഗുരുനാഥനോട് ചോദിച്ചത് മനസ്സിലായി. അവിടെ പോയപ്പം അദ്ദേഹം ഇങ്ങനെയാണ് അതിനെ സൂചിപ്പിച്ചത്, ഇന്നലെ പോയപ്പം ഇങ്ങനെ കേട്ടു, ഇതെന്താണ്? എനിക്കതൊരു സംശയം. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധി മോഹയസീവമേ. അർജുൻ ഭഗവാനോട് നേരിട്ട് ചോദിച്ചില്ലേ, കൂട്ടിക്കുഴച്ച ഈ വാക്കുകളെല്ലാം കൂടെ ഭഗവാൻ പറഞ്ഞിട്ട് എനിക്ക് കൺഫ്യൂഷനായിരിക്കുന്നു. തദ്ദേകം വദ നിശ്ചിത്യ. അതുകൊണ്ട് എന്ത് വേണം? പ്ലീസ് ഏകം വദ നിശ്ചിത്യ. അതിലൊന്ന് എനിക്ക് പറഞ്ഞു തരൂ, നിശ്ചിത്യ, ഉറപ്പായിട്ട്. ഏന ശ്രേയോഹമാപ്നുയ. അപ്പൊ മനസ്സിലാക്കൂ. ഇപ്പൊ തെളിഞ്ഞ് എന്നുള്ള ശബ്ദത്തിന്റെ ആഴം ഏതാണ്ട് മനസ്സിലായില്ലേ? നന്നായിട്ട് തെളിഞ്ഞ ബുദ്ധിയോടുകൂടി കേൾക്കാൻ നമുക്ക് കഴിയണം. ഭഗവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഒരു സ്വല്പസമയം കഴിഞ്ഞ് വായിക്കാം. ഇനി പൂജയൊക്കെയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ആരെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? തിരുമുമ്പിൽ ആമാറ്, തന്റെ മുമ്പിൽ ഭക്തിയോടുകൂടി വന്ദിച്ചു നിൽക്കുന്ന ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ. ജഗൽപ്രാണനന്ദനൻ നേരത്തെ നമ്മൾ പറഞ്ഞു, മരുത്സൂനു എന്ന് പറഞ്ഞ അതേ അർത്ഥത്തെ തന്നെ. ജഗത് പ്രാണനന്ദനൻ, ആ വായുപുത്രനായ ആ ഭഗവാനെ, ഹനുമാൻ സ്വാമിയെ തൃക്കൺപാർത്ത് കാരുണ്യമൂർത്തി നോക്കിയിട്ട്, കാരുണ്യമൂർത്തിയായ ഭഗവാൻ മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരമായ ഒരു ചിരിയോടുകൂടി സീതാദേവിയോട് പറയുകയാണ് ഹനുമാൻ സ്വാമിയെക്കുറിച്ച് എന്ന്. സുന്ദരരൂപേ ഹനുമാന നീ കണ്ടായല്ലീ. അല്ലയോ സുന്ദരി, ഹനുമാനെ നീ കണ്ടില്ലേ? നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. അതിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കൂ എന്ന്. നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തി. അതാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതെന്ന്. ഭക്തി പൂർണ്ണമാകുന്നത് പുരുഷ പ്രകൃതി രണ്ടിനെയും അറിയുമ്പോഴാണ്. അതാണ് നിന്നിലും എന്നിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഭഗവാനെയും ദേവിയെയും മനസ്സിലാക്കിയ ഒരു ഭക്തനായിരിക്കണം. നിന്നിലും എന്നിലും ഉണ്ട്, വല്ലപ്പോഴും അല്ല, പിന്നെ എല്ലാ നേരവും. ഇപ്പൊ ഭക്തി എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? ഈ വയസ്സുകാലത്തെന്ന് പറയുന്ന പോലല്ല അല്ലേ. വയസ്സുകാലത്തെന്ന് എന്താ അർത്ഥം? വയസ്സ് കാലത്ത് മാത്രമേ ഉള്ളൂ, വൈകിട്ടാകുമ്പോഴത്തേക്കൊക്കെ എന്നല്ല അർത്ഥം. എല്ലാ നേരവും
365 ദിവസവും 24 മണിക്കൂറും ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ അറിയുമ്പോൾ മാത്രമേ എല്ലാ നേരവും ഭക്തി ഉണ്ടാകുള്ളൂ എന്നർത്ഥം. അല്ല, പുറത്തുള്ള ഒന്നായിട്ട് അറിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണവശാലും നമ്മൾ വിട്ടുപോകും അല്ലേ? നല്ല ഭക്ഷണം ആസ്വദിക്കുന്നതിനിടയ്ക്ക് ഗുരുവായൂരപ്പാന്ന് ചിലപ്പോൾ വിളിച്ചാലും ഗുരുവായൂരപ്പനെന്ന് ഓർക്കില്ല. അപ്പൊ തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ. ഇതൊക്കെ ജപിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴോ ആരാ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? അഹം വൈശ്വാനരോ ഭൂത്വാ. നിങ്ങളുടെയൊക്കെ ഉള്ളിലിരുന്നു കൊണ്ട്, നിങ്ങളുടെയൊക്കെ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് ഉള്ളിലിരുന്ന് നിങ്ങൾ കഴിക്കുന്ന എല്ലാത്തരം ആഹാരത്തെയും ദഹിപ്പിക്കുന്ന ആരാണ്? ഞാൻ. ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു. ആ ഭഗവാനെയാണ് അറിയേണ്ടത്. ആ ഭഗവാനെ അറിയുമ്പോൾ മാത്രമേ അഭേദയായുള്ള ഒരു ഭക്തിനാഥേ. ഭഗവാനെയും പ്രകൃതിയെയും പ്രത്യേകമായിട്ട് അറിയുന്നു, പക്ഷേ അഭേദമായിട്ട്. രണ്ടും രണ്ടായിട്ട് കാണുമ്പോൾ പ്രപഞ്ചത്തെയും ഭഗവാനെയും പ്രത്യേകം പ്രത്യേകം അറിയുന്നു, പക്ഷെ രണ്ടും ഒന്നായിട്ട്. സഗുണ സാകാര ഭാവങ്ങളിലും നിർഗുണ നിരാകാര ഭാവങ്ങളിലും ഭഗവാനെ അറിയുന്നു, പക്ഷെ ഈ നിർഗുണ നിരാകാരമായ ഭഗവത് തത്വം തന്നെയാണ് സഗുണസാകാരമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള അറിവും കൂടെ വരുമ്പോൾ മാത്രമാണ് അറിവ് പൂർണ്ണമാകുന്നത്. ചിന്തിക്കുമ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഒരുപാട് ഇത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ. ഭക്തി എവിടെയാ വരേണ്ടത്? ഉള്ളിൽ, പുറമേ അല്ല. പുറമേ താടി വളർത്തിയുണ്ടോ, ചന്ദനപ്പൊട്ടിട്ടുണ്ടോ, കുറിയിട്ടതുകൊണ്ടോ, മാലയിട്ടുകൊണ്ടോ ഒന്നും. ഇതൊക്കെ ബാഹ്യമായ ചില ഗുഡുഗുഡു മാത്രമാണ്. ഭക്തി ശരിക്കുണ്ടാകേണ്ട എവിടെയാണ്? ഉള്ളിലാണ്. ഓരോ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥത്തെ മനസ്സിലാക്കിയെടുക്കൂ. എങ്ങനെയുള്ള ഭക്തിയാണ് വേണ്ടത്? അഭേദയായുള്ള, ഒരു ഭേദവുമില്ലാത്ത, ഭേദബുദ്ധി ഇല്ലാത്ത ഭക്തി വേണം. എപ്പോഴാണ് ഈ ഭേദബുദ്ധി ഇല്ലാത്ത ഭക്തി ഉണ്ടാവുക? അഭേദമായ ഒന്നിനെ ഉള്ളിൽ സാക്ഷാത്കരിക്കുമ്പോൾ. അതല്ല ശിവൻ വേറെ, വിഷ്ണു വേറെ, ഗണപതി വേറെ, അയ്യപ്പൻ വേറെ എന്നൊക്കെ വിചാരിച്ച് ഓരോ ക്ഷേത്രങ്ങളിലും പോയി പ്രത്യേകം പ്രത്യേകം ഭജിക്കുന്നവർക്ക് എന്ത് ഭക്തിയാ വളരുന്നത്? ഭേദഭക്തി മാത്രമേ വളരുള്ളൂ. ഇതെല്ലാം ഒരേ ചൈതന്യത്തിന്റെ പ്രകാശമാണ് എന്നറിയുമ്പോൾ അല്ലേ? ഇന്നലെ മാഹാത്മ്യ പ്രഭാഷണത്തിൽ നമ്മൾ സൂചിപ്പിച്ചില്ലേ, ഗവൺമെന്റ് ട്രാൻസാക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അല്ലേ, ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ പണം അടയ്ക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരു ഹെഡില്, സെയിൽസ് ടാക്സിൽ നിന്ന് ഒരു ഹെഡില്, ഇതെല്ലാം എവിടെയാ എത്തുന്നത്? ഒരേ സർക്കാർ അക്കൗണ്ടിലാണ് എന്ന് പറയുന്നത് പോലെ ഓരോ രൂപത്തിൽ ഭജിക്കുമ്പോഴും അത് മുഴുവൻ എവിടെയാ? പരമാത്മാവിനെയാണ്. അതിലൊക്കെ പ്രകാശിക്കുന്ന പരമാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഉറയ്ക്കണം. അതില്ലെങ്കിൽ നമുക്കിതെല്ലാം വേറെ വേറെ കാണാനാണ് ഇപ്പൊ നമ്മളെ പരിശീലിപ്പിച്ചിരിക്കുന്നത്, അഥവാ നമ്മൾ സ്വയം പരിശീലിച്ചിരിക്കുന്നത്. ചെറുപ്പത്തിലൊന്നും നമ്മൾ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, നമ്മളോട് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? ഒക്കെ വേറെ 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 വേറെ. അത് ശിവക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, അവിടെ പോയി അങ്ങനെ പറയണം, ഇവിടെ പോയി ഇങ്ങനെ പറയണം, ഇവിടെ പോയി ഇത്തരം ആ ആഗ്രഹം സാധിക്കണമെങ്കിലോ അത് വിഷ്ണുവിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, പിന്നെ അത് മിസ്റ്റർ സുബ്രഹ്മണ്യന്റെ ഡിപ്പാർട്ട്മെന്റാണ്. അതുകൊണ്ട് അത് അവിടെ ചെന്ന് പറയണം. ഇങ്ങനെ ഭേദബുദ്ധിയാണ്. ഭേദബുദ്ധി എന്നാ പറഞ്ഞത്, ശ്രദ്ധിച്ചോ? അത് കുറച്ച് കഴിയുമ്പോൾ രാവണൻ പറയുന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കും. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. അവിടെ വിദ്വേഷഭക്തി എന്നല്ല പറഞ്ഞു, പിന്നെ വിദ്വേഷബുദ്ധ്യാന്നറിഞ്ഞു അല്ലെ? ഈ ഭേദബുദ്ധിയാണ് നമ്മെ ഭേദഭക്തിയിലേക്ക് നയിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ പഠനം കൊണ്ട് ഇല്ലാതാവേണ്ടത് എന്താണ്? ഈ ഭേദബുദ്ധി ഇല്ലാതാകണം. ഭേദബുദ്ധി ഇല്ലാതായാൽ ഭേദഭക്തി ഇല്ലാതായി കിട്ടും. അപ്പൊ പിന്നെന്താകും? അഭേദഭക്തി. അതുള്ള ഒരാളിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. എന്ത്? ഹനുമാൻ സ്വാമിക്ക്. എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ. ഓരോ വാക്കുകളായിട്ട് ശ്രദ്ധിക്കൂ, അതിന്റെ ആഴം, പരപ്പ് ശ്രദ്ധിക്കൂ. അഭേദയായുള്ളൊരു ഭക്തിനാഥേ. അഭേദമായ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ എന്തുവരും? ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ.
ഭക്തി പരമമായ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ലക്ഷണം എന്താണ്? പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലും ഒരു നേരവും ആശയമില്ല. ഒരൊറ്റ ആശയം പിന്നെ അവശേഷിക്കുന്നുള്ളൂ. എന്ത്? ഭഗവത് തത്വത്തെ പൂർണ്ണമായിട്ട് എനിക്ക് അറിയാൻ സാധിക്കണം. ഇപ്പൊ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കേട്ടു, അനുഭവമായിട്ടില്ല. ഈ സാക്ഷാത്കാരത്തിന് മാത്രമായിരിക്കും പിന്നെ താല്പര്യം, ആഗ്രഹം. നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. അപ്പൊ ആത്മജ്ഞാനത്തിന് വേണ്ട പാത്രയോഗ്യത എന്താണ്? നിർമ്മലൻ. വളരെ സിമ്പിൾ ആൻസർ. ഹൃദയ നൈർമല്യമാണ് ആത്മജ്ഞാനത്തിന് ആവശ്യം. എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ സൂചിപ്പിച്ച ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? ചേതോദർപ്പണത്തിന്റെ മാലിന്യം ഇല്ലാതാകണം. ആ മാലിന്യം ഇല്ലാതായവനെയാണ് നിർമ്മലൻ. മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്. നിർമ്മലം, അഴുക്കില്ലാതായത് നിർമ്മലൻ. അങ്ങനെ വരുമ്പോ എന്തോയി? ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ. അപ്പൊ നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ ആകാംക്ഷ പരവശ ചേതസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഭക്തി ഉറച്ചിട്ടില്ലാത്തത്. ഭക്തി ഉറയ്ക്കാത്തത് കൊണ്ട് എന്ത് വരുന്നു? നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ദേഹവും ദേഹസംബന്ധിയായ വിഷയങ്ങളിലുമാണ് താല്പര്യം മുഴുവൻ. അല്ലേ? ഏഷണത്രയം, പുത്രൈഷണം, ദാരൈഷണം, ധനൈഷണം ഒക്കെയാണ് നമുക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീസക്ത, വൃദ്ധസ്താവത് ചിന്താസക്ത, പരമേ ബ്രഹ്മണി കോപിനസക്ത. ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും ഒന്നും സമയമില്ല. ചെറുപ്പകാലം കളികളിൽ ഒഴുകിപ്പോകുന്നു. യൗവനകാലം വിഷയസുഖങ്ങളെ തേടി പോകുന്നു. എല്ലാം കഴിഞ്ഞ് വൃദ്ധ അവസ്ഥ വന്നു കഴിഞ്ഞാലോ റിഗ്രറ്റ്സ് ഓവർ ദി പാസ്റ്റ്. എങ്ങനെയായിരുന്നു മദ്രാസ് ഓഫീസിൽ ഇരുന്നപ്പോ ഞാൻ എങ്ങനെ ഇരുന്നതായിരുന്നു, ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇങ്ങനെ ചിന്തിച്ച് ഇത് നമ്മളെ ഒരിടത്തും എത്തിക്കില്ല. നന്നായിട്ട് ബോധിക്കൂ. നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. അപ്പൊ സാധനങ്ങളെ കൊണ്ട് ഈ ചിത്ത നൈർമല്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ഉള്ളിലുള്ള കാമക്രോധാദികളൊക്കെ ഇല്ലാതായിട്ട്, മാലിന്യമെല്ലാം മാറിയിട്ട്. മാലിന്യം മാറുമ്പോൾ ചാഞ്ചല്യവും മാറും. ഈ മനസ്സും ബുദ്ധി ഇപ്പൊ ഇളകുന്നത് എന്തുകൊണ്ടാണ്? മാലിന്യത്തിന്റെ കൂടൽ കൊണ്ടാണ്. മാലിന്യം ശമിക്കുമ്പോൾ മനോബുദ്ധിയാദികളുടെ ഇളക്കവും ശമിക്കും. അങ്ങനെയായ ഒരു പാത്രമാണ്. പാത്രയോഗ്യത സർട്ടിഫൈ ചെയ്യുന്നു. നിർമ്മമൻ. നിർമ്മമൻ എന്ന് പറഞ്ഞാൽ മമത ഇല്ലാതായവൻ. ഞാൻ വലുതാകുന്നത് മുഴുവൻ എന്റേതിൽ കൂടിയാണ്. ഞാൻ വലുതാകുന്നത് സൂക്ഷ്മമായ ഞാൻ സ്ഥൂലമായ എന്റേതുകളിൽ കൂടിയാണ് വലുതാകുന്നത്. എന്നിട്ട് മനസ്സിലാക്കണം. അപ്പോഴെന്ത് വരും? ഒന്നിനോടും മമത ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ധരിക്കണം? അഹങ്കാരവും ഇല്ലാതായവെന്ന് ധരിക്കണം. അത് കൂട്ടി വായിക്കണം എന്നർത്ഥം. അല്ലേ? മമത ഇല്ലാതാകണമെങ്കിൽ അഹന്തയും ഇല്ലാതാകണം. അപ്പം അഹന്താ മമതാദികൾ ഇല്ലാതായവൻ എന്ന് വായിക്കുക. പിന്നെയോ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. ബ്രഹ്മത്തിന്റെ പാതയിൽ ചരിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് ബ്രഹ്മചാരി. അല്ല ബ്രഹ്മത്തെ ചാരി നിന്നു, കുറച്ച് കഴിഞ്ഞപ്പോ ബ്രഹ്മം അങ്ങ് പോയി, ചാരി മാത്രമുണ്ട്. ഇല്ല, അങ്ങനെ ബ്രഹ്മത്തിന്റെ പാതയിൽ, സത്യാന്വേഷണത്തിന്റെ പാതയിൽ സമ്യക്കായി ചരിക്കുന്നവൻ, അതാണ് സഞ്ചരിക്കുക എന്ന് പറയുന്നത്. ചരിക്കുന്നതിന്റെ കൂടെ സമ്യക് പ്രത്യയം ചേരുമ്പോഴാണ് സംചരിക്കുക എന്ന് പറയുന്നത്. നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. നമ്പർ 1 ബ്രഹ്മചാരികളിൽ വെച്ച്, അത് വെറും ബ്രഹ്മചാരിയല്ല, പിന്നെ നിത്യബ്രഹ്മചാരികളിൽ വെച്ച്, നൈഷ്ഠിക ബ്രഹ്മചാരികളിൽ വെച്ച് മുമ്പനാണ്, നമ്പർ 1 ആണ്. കന്മഷം ഇവനേതുമില്ലെന്ന് ധരിച്ചാലും. ആ നമ്പർ 1 ആയതിന്റെ യോഗ്യത എന്താണ്? പാപം ഒന്നും ഇല്ലാത്തവൻ. കന്മഷം എന്ന് പറഞ്ഞാൽ പാപം. എന്താണ് പാപം?
ആത്മചൈതന്യത്തെ, ആത്മജ്ഞാനത്തെ മറയ്ക്കുന്ന അഹങ്കാരാദി ഘടകങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് വികാര വിചാരങ്ങളുമാണ് പാപം. സ്ഥൂലമായ ഒരു കർമ്മമല്ല പാപം എന്ന് ഓർമ്മയിലിരിക്കട്ടെ. പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാരണ സ്ഥൂലം എന്തെങ്കിലും കൊല്ലുന്നത്, ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്. ഇപ്പൊ ഉപദ്രവിക്കുന്നത് എന്നുള്ള വാക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പീഡനമാണ് പേപ്പറിൽ മുഴുവൻ, അല്ലേ? പീഡിപ്പിക്കുന്നത്, കൊല്ലുന്നത്, അല്ലേ? അതുകൊണ്ടാണ് കൊന്നാൽ പാപം, കോഴിയെ കൊന്നതിന്റെ പാപം എന്താ? കൊന്നാ പാപം തിന്നാ തീരുമെന്ന് പറഞ്ഞാല് ചെയ്ത കർമ്മങ്ങളുടെ മുഴുവൻ ഫലം അനുഭവിച്ചു തീരണം. നേരത്തെ നമ്മൾ പറഞ്ഞു, പ്രാരബ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശദമായിട്ട് നമ്മൾ ആ ഭാഗം പറഞ്ഞതാണ് എന്നർത്ഥം. കന്മഷമിവനേതുമില്ലെന്ന് ധരിച്ചാലും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നെഗറ്റീവ് ടെൻഡൻസീസ്, ഇംഗ്ലീഷ് പറയാനുള്ള വാക്ക് അതാണ്. നെഗറ്റീവ് ടെൻഡൻസീസ് പൂർണ്ണമായിട്ട് ഇല്ല. എന്തുകൊണ്ട് അതിനെ നെഗറ്റീവ് എന്ന് പറയുന്നു? പോസിറ്റീവ് ടെൻഡൻസീസ് നമ്മളെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കും, നെഗറ്റീവ് ടെൻഡൻസീസ് നമ്മളെ അതിൽ നിന്ന് അകറ്റും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. കന്മഷമിവനെ